ഇപ്പൊ പറഞ്ഞോ വാങ്ങിത്തരും അമ്മക്ക് ചെരുപ്പ് എല്ലാം കൊളാവോ ഒന്നും അറിയില്ല. നിസ്സാരം 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 നിസ്സാരം. ഹാപ്പി അല്ലേ? ഇന്ന് 29-ാം തീയതി രാത്രിയാണ് സമയം. ഇപ്പം 30-ാം തീയതിയാണ് സായിജിന്റെ ബർത്ത്ഡേ. അപ്പൊ നാളെ രാവിലെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. സർപ്രൈസ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. നമ്മള് കേക്ക് വാങ്ങുന്നത്, കട്ട് ചെയ്യുന്നത്, കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങൾ ബലൂണെല്ലാം തൂക്കുന്നത്, അതേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ആ സമയത്ത് കയറി വരുമ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യലും കാണുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബലൂണെല്ലാം തൂക്കി ഡെക്കറേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. താഴോട്ടേക്കാണ് ജീവി പോകുന്നത്. ഒട്ടിച്ചൊടിച്ച് താഴോട്ടേക്ക് പോകുന്നത്. എല്ലാ സ്ഥലത്തും ഒട്ടിക്കിട്ട് താഴെ ഒട്ടിക്കുന്നുണ്ട്. അണ്ടി പാവം കുറേ സമയമായി ബലൂൺ രണ്ടും കൂടി കൂട്ടിക്കെട്ടാൻ നോക്കുന്നത്. പക്ഷെ ഓനാകുന്നില്ല. അത് വലിച്ചെടുക്കുമല്ലോ വേണ്ടേ. ഓനെ കാണിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു നീ ബലൂൺ കെട്ടണ്ട, നീ വ്ളോഗ് എടുക്ക്. നീ വ്ളോഗ് എടുത്തോ, നീ കെട്ടണ്ട, നീ പണിയൊന്നും എടുക്കണ്ട, ക്യാമറ പിടിച്ച് നിൽക്ക്, വ്ളോഗ് എടുക്ക്. നീ അല്ലേ വ്ളോഗ് എടുക്കാൻ ഇഷ്ടോ? നീ എടുക്കുന്നില്ല അമ്പി? ഓനെ കാണിക്കുന്നില്ല. രാവിലെ വന്നിട്ട് ഓൻ എപ്പോൾ വരുമെന്ന് അറിയില്ല. ഓനോട് ടൗണിലെത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരത്തെ വരുമോ ലേറ്റായിട്ട് വരുമോ ഒന്നും അറിയില്ല. അപ്പം ഓൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും? വലിയ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ഓൻ വിചാരിക്കുന്നുണ്ടാവില്ല നമ്മൾ ചെയ്യുന്നില്ലണേ. ഓന് ഓർമ്മയില്ല ഓൻ്റെ ബർത്ത്ഡേ എന്നുള്ള അതന്നെ. അത് ഇവൻ പറയും പോലെ ബൈക്ക് കൊടുത്തിട്ട് സർപ്രൈസ് ആയില്ല. എന്നിട്ട് നമ്മൾ ഈ ഡെക്കറേഷൻ ഡേറ്റില് വലിയ ഒരു സർപ്രൈസ് ആവേണ്ടത് ഒക്കെ ഒന്നുമില്ല. നമ്മൾ വായിയോണ്ട് ഊതണം. അമ്മ ഊതണം കേട്ടോ. അമ്മ ഓരോന്ന് പെറുക്കി എടുത്ത് നോക്കാം. ഊതണമ്മേ, ഊതി പൊന്തിക്കന്നെ വേണോ? ഊതി പൊന്തിക്ക് എത്ര നാക്കി കെട്ടിക്കൊടുക്കാൻ ഞാൻ വേണല്ലേ. സ്പീഡിലാക്ക്. അത്ര വേണം മതി. ഇനി കെട്ടാൻ ഒരാളെ വിളിക്കും. അപ്പത്തെ വീട്ടിൽ പോയിട്ടല്ലേ ചായപ്പത്തെ പെരുന്നാളാ. പള്ളി യൂണിഫോമിട്ട് റെഡി ആയിട്ടുണ്ട്. ഡോറ് തുറക്കുമ്പോൾ പിന്നെ ബലൂണ് പൊട്ടിക്കാൻ അമ്മേനെ ബലൂണ് പൊട്ടിപ്പിച്ച് അമ്മ ഇപ്പഴേ പൊട്ടിക്കല്ല. അമ്മേ ഒന്നും കൂടി എടുത്ത് കൈയും പിടിക്കും. അഞ്ചിക്ക് പേടിയാ ബലൂൺ പൊട്ടി. കേക്കെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പോലും പറയാനറിയില്ലല്ലേ. അപ്പൊ അവര് രണ്ടാളും അമ്പലത്തിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവളോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കൂട്ടി വരണമെന്ന്. അപ്പോൾ ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ, നടന്ന് വരുന്നുണ്ട്. എല്ലാം കൊളാവോ ഒന്നും അറിയില്ല. നമ്മൾ ബലൂണ് പൊട്ടിക്കാനെല്ലാം നിൽക്കുന്നുണ്ട് റെഡി ആയിട്ട്. ആരെ ഡോറ് കൊടുക്കുക തുറക്കുക ബലൂണ് പൊട്ടിക്കുക ആരെ ഞെട്ടുക എന്നൊന്നും അറിയില്ല കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ബലൂൺ ഞാൻ തന്നെ പൊട്ടിക്കണ്ടിരുന്നു. അമ്മക്ക് അയച്ചോട്ടി എടുക്കുന്നുണ്ട്. അന്റെ ചെവിയെല്ലാം പൊത്തിയിരിക്കുന്നു. എല്ലാം പോയാ അഞ്ചി ഹാപ്പി ബർത്ത്ഡേ പറയാ. ഇവിടെ പട്ടുപാവാടയിലും എടുത്ത് അമ്പലത്തിൽ പോയിട്ട് ഭക്തി മാർഗം അതൊക്കെ കേട്ടോ. ഇപ്പൊ കേറി അറിയാത്ത ഒന്നിനും ഇവ കണ്ടുപോയോന്നുള്ള ഡൗട്ടില്ല ഞാനുള്ളതിനും. ലൈറ്റ് ഇട്ടില്ല. ഇവ സാധനം കൊണ്ട് തന്നെ അറിയത്ത് കയറിയിനി. പക്ഷെ ഡോറ് കണ്ടില്ല പോലും. ഇവൻ രണ്ടാമത്തിന് പോയത് ഞാൻ അറിയില്ല. ഞാൻ താക്കോലെടുത്തു. ഇവൻ തന്നെ താക്കോലെടുത്തു. ഗേറ്റെല്ലാം സെറ്റാക്കിട്ടുണ്ടോ? ഗേറ്റ് വെച്ചോ അൻപിക്ക് സ്കൂളിൽ പോകേണ്ട നമ്മൾ രാവിലെ തന്നെ ആക്കാന്ന് വിചാരിച്ചു. സാധനം പറയാം, നമുക്ക് വീഡിയോ എടുക്കാന്നുള്ള പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാണ്. താങ്ക് യു. ഞാനൊരു ക്യാമറ
വെച്ചോ. അയ്യോ ബർത്ത്ഡേ പോയി ആയിരുന്നു 10 വയസ്സ് കുറഞ്ഞു സൈജയ്ക്ക് തൊപ്പി നോക്കുമ്പോ 10 വയസ്സ് കുറഞ്ഞു കേട്ടാ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഞാനിങ്ങനെ വിചാരിക്കല വൈകുന്നേരം പോയിട്ട് ഒരു കേക്ക് വാങ്ങണം ഇങ്ങനെ വിചാരിച്ച് നിക്കലിനും. സ്വന്തം കേക്ക് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. സാധാരണ ആരും 9 മണി രാവിലെ 9 മണിക്കൊന്നും ആരും കേക്ക് മുറിക്കൂല കേട്ടാ. ഇവിടെ ശരിക്കും വെറൈറ്റി ആണ്. തോന്നി അമ്മയ്ക്കും കൊടുക്കും. അതായത് അവർക്ക് കൊടുക്കുന്നേ. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ടു മീ. സ്കൂളിൽ പോയി ഡാൻസ് പഠിച്ചിട്ടോ. ഡാൻസിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പിന്നെ പരിപാടി എന്നാണ് അടുത്ത പരിപാടി? നെക്സ്റ്റ് പരിപാടി എന്നാണ് ബർത്ത്ഡേ പോയി അത് വേണ്ടിക്കും പറയാം ഇന്ന്. അല്ല ഇവർ പായസത്തിന്റെ സാധനം വാങ്ങി പിന്നെ പായസം എന്തായാലും ആക്കണല്ലോ. ഇങ്ങോട്ടേക്ക് നമുക്ക് ചെലവ് ചെയ്യണം. എന്താ ആരാ എന്താ പായസത്തിൽ കടു കിട്ടാ അമ്മേ കടുകത്തിൽ ബാഗിലേക്ക് ഇട് പായസത്തിലേക്ക് ഒരാൾ ഒറ്റക്ക് ഇരുന്നിട്ട് നോക്കിയാട്ടെ. ഞാൻ എച്ചിയോട്ട് എണീക്കുന്നതിന് മുന്നേ വേണ്ടത് സ്പെഷ്യൽ ഒന്നാണ് കാമ്പ് കറക്കണ്ടോ നാമ്പെന്നാ മതിയാ കാമ്പ് അങ്ങാട്ട് പോണ് ഒരുങ്ങിയിട്ട് അതും രാത്രി എന്റെ പരിപ്പിളക്കാനുള്ള പോക്കാണ്. ഇന്ന് എന്റെ പോക്കറ്റ് കാലിയാക്കൂന്ന് പറഞ്ഞിട്ടുള്ള ഇറക്കലാണിത്. ബർത്ത്ഡേക്ക് ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവനെയും കൂട്ടി പുറത്തേക്ക് പോക്കാതെ നമ്മളെന്താ പറയുന്നത് വാങ്ങിത്തരുന്നില്ല. രാവിലെ പറഞ്ഞില്ലേ ഇത്രയും നാളെ ഞാൻ ഇവരെ കൂട്ടി പോക്ക്. അത് വാങ്ങി അമ്മ എനിക്ക് എന്ത് കിട്ടും ഇന്ന് പറഞ്ഞാല് ഇന്ന് എന്ത് പറഞ്ഞാൽ നീ കിട്ടുന്നു എന്നാ പറയേണ്ടത്? എന്നാ പറയണ്ടത് ഇടുന്ന ആലോചിക്കാം. ആടെ പോയിട്ട് ആലോചിക്കാൻ നിന്നാ നടക്കൂല. അതുകൊണ്ട് അമ്മ ഇപ്പം പറഞ്ഞ വാങ്ങിത്തരും. അമ്മക്ക് ചെരുപ്പ് ഓർഡർ വന്നു. അനക്ക് ഹോട്ടലിൽ എത്തിയിട്ട് തിന്നണ്ട എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും. എനക്കും തിന്നണ്ടത് മതി. അയ്യേ എനക്കും തിന്നണ്ടത് മതിയേ. തിന്നണ്ടേ മതി. അച്ഛനും അടിയുണ്ട്. അച്ഛനും അന്വിക്കും എന്റെ സ്നേഹം മാത്രം മതി. അഞ്ചോടി അഞ്ച് ഓർമ്മിച്ചിരിക്കുന്നുണ്ടാവും. എന്നാ അമ്മ അമ്മ എനിക്കെന്നാ വേണ്ടത് പറഞ്ഞേ? എനിക്കെന്നാ വേണ്ടേ? പറഞ്ഞോ? അതുകൊണ്ട് എന്ത് മനുഷ്യരും പോലും ഓൻ ആലോചിച്ചിട്ട് പറയും പോലെ. അപ്പൊ ഞാനും ആലോചിച്ചിട്ട് പറയും, അച്ഛനും ആലോചിച്ച് പറയും. അമ്മ മാത്രം പറഞ്ഞു ചെരുപ്പ്. എന്നാ വേണ്ടത്? എച്ചോട്ടിന് കുറച്ച് സമാധാനം തരുമെന്ന്. ഇനിയല്ല നിങ്ങളുടെ കൈകളിലാണ്. ഹാപ്പി അല്ലേ? ഫുള്ള് തിന്നിട്ടുമില്ല. എല്ലാരും സൈഡായി. ഇനി എല്ലാരും കൂടി ഇതിൻ്റെ അകത്തേക്ക് തിരിയാൻ പോന്ന പണിയെല്ലാം കിട്ടി. ഭാഗ്യം തോന്നുന്നു. മൊത്തം ഐറ്റംസ് ഉണ്ട്. എടുക്കോ പോന്നാ പിടിച്ചാ പിന്നെ നമുക്കൊരു ചെറുപ്പം നിർബന്ധമാണ്.